സ്കൂളിലെ ഡയറി എഴുതിയില്ലെന്ന് ആരോപണം. 7 വയസ്സുകാരിക്ക് പിതാവിന്റെ മർദ്ദനം. അടിവസ്ത്രം നിർബന്ധപൂർവ്വം മാറ്റി പിതാവ് മർദ്ദിച്ചെന്നാണ് 7 വയസ്സുകാരിയുടെ പരാതി. വർക്കല സ്വദേശിയായ പിതാവ് ശരത്തിനെതിരെ പോലീസ് കേസെടുത്തു. സ്കൂളിലെ ഡയറി എഴുതിയില്ലെന്നാരോപിച്ച 7 വയസ്സുകാരിക്ക് പിതാവിന്റെ മർദ്ദനം. അടിവസ്ത്രം നിർബന്ധപൂർവ്വം മാറ്റി അമ്മയില്ലാത്ത പെൺകുഞ്ഞിനെ മർദ്ദിച്ചെന്നാണ് പരാതി. വർക്കല സ്വദേശിയായ പിതാവിനെതിരെ കേസെടുത്തു. ചേർത്തല മരുത്തോർവട്ടത്താണ് കുട്ടിയുടെ അമ്മ വീട്. 3 വർഷം മുമ്പ് അമ്മ യമുന മോൾ മരണപ്പെട്ടു. വർക്കല സ്വദേശിയായ പിതാവ് ശരത് കുട്ടിയെ കല്ലമ്പലത്തെ വീട്ടിൽ വെച്ചാണ് മർദ്ദിച്ചത്. പിന്നീട് മരുത്തോർവട്ടത്തെ വീട്ടിലെത്തിക്കുകയായിരുന്നു. ഡയറി എഴുതിയില്ലെന്ന് ആരോപിച്ചാണ് അടിവസ്ത്രം അഴിപ്പിച്ച് മർദ്ദിച്ചതെന്ന് കുട്ടി പറഞ്ഞു. അത് അവിടുത്തെ സ്കൂളിൽ ഡയറി എഴുതാത്തതിന് തല്ലിയതാ. അത് അവിടുത്തെ സ്കൂളിൽ ഡയറി എല്ലാവരുടെയും നിന്നും പറഞ്ഞ് അച്ഛന് പഠിക്കാത്ത കാര്യമൊക്കെ ഭയങ്കര ദേഷ്യ. അതാണ് എന്തിനാ നീ പഠിക്കാതിരുന്നെന്നും പറഞ്ഞ് തല്ലി. ഡയറി എഴുതാത്തതിന് അത് എല്ലായിടത്തും തല്ലി. ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല. പിന്നീട് അച്ഛൻ പറഞ്ഞ് ഷഡ്ഡി ഊരാൻ പറഞ്ഞു ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഇല്ല, സങ്കടത്തോടെ പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ വരട്ടിക്കൊണ്ട് പറഞ്ഞു ഊരടി അവിടെ എന്ന് പറഞ്ഞു. ഞാൻ ഊരി. പിന്നെയും തല്ലി. പിന്നെ എൻ്റെ ഇവിടുത്തെ പിടിച്ചിട്ട് ഇവിടെ താഴെ ഒരു ബെഡുണ്ട്, ആ ബെഡിലോട്ട് എറിഞ്ഞ്. മുടിയിലല്ല, ഇവിടെ പിടിച്ച് താഴെയിട്ട്. കുട്ടിയെ കുളിപ്പിച്ചപ്പോഴാണ് കാലിലും പിൻഭാഗത്തുമൊക്കെ മർദ്ദിച്ച പാടുകൾ കണ്ടതെന്ന് അപ്പൂപ്പനും അമ്മുമ്മയും പറഞ്ഞു. കൊടുത്ത കുഞ്ഞല്ല, കുഞ്ഞങ്ങ് വല്ലാതായി പോയി. കുഞ്ഞിനെ സംസാരിക്കാൻ പോലും മേലാത്ത രീതിയിൽ അവൻ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നു. കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഞാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല. സന്തോഷത്തിലാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ കൈ മേടിച്ച് ചിന്ത ചെയ്തെന്നറിയാവോ, അവളെ ഞാൻ കുളിക്കാനായിട്ട് വിളിക്കുന്നു. കുളിക്കാൻ വിളിച്ചപ്പോൾ കുഞ്ഞ് പറയുന്നു അമ്മ ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം. ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ ഈ കുഞ്ഞ് എങ്ങനെ കുളിക്കാനാ, തലമുടിയൊക്കെ ഉള്ള കുഞ്ഞ് എങ്ങനെ വെള്ളം കോരി മെത്ത് തെളിച്ച് തല എങ്ങനെ തോർത്തു, അമ്മ കയറി വരാമെന്ന് പറഞ്ഞ ഈ കുഞ്ഞ് പറയാം അമ്മ ഡ്രസ്സ് ഇങ്ങോട്ട് താ അമ്മേ. അന്നേരം ആ കുഞ്ഞ് ഒറ്റയ്ക്കല്ലേ അവിടെ കുളിക്കുന്നത്, ആ കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അതുപാടെ എന്ത് ചെയ്ത് ഞാൻ കയറി ചെന്നു. മക്കളെ കുളിക്കുന്നില്ലെങ്കിൽ 3 ദിവസമായി വന്നപ്പോൾ 3 ദിവസവും കുളിക്കാതെ ഇരുന്നേച്ചാണ്. 3-ാം പൊക്കമാണ്. ഞാൻ പറഞ്ഞെന്നാ മക്കൾ വന്ന മേല് കഴുക് എന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി മേല് കഴിച്ച് തുടച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തെ ഓരോ പാടുകളാണ് ഞാൻ ഈ കാണുന്നത്. ഓരോ പാടുകൾ കണ്ടുവെച്ച് ഞാൻ എന്ത് ആദ്യമേ ഈ ചന്ധ്യയുടെ പാടൊന്നും ഞാൻ കാണുന്നില്ല. നമുക്ക് കിട്ടിയ സന്തോഷത്തിന് നമ്മൾ ആ പാടൊന്നും നോക്കുന്നില്ലല്ലോ. പിറ്റേ ദിവസം നോക്കിയപ്പം കാലിൻ്റെ തുടയിലും പാട്, 6 എണ്ണം അടിച്ചടിച്ചടിച്ചുള്ള തുടയ പാട്. അത് കഴിഞ്ഞ് ഞാൻ ഈ അര തുടച്ചപ്പോഴത്തേക്ക് ഈ അരയുടെ അവിടെയും പാട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, ചന്തിക്കും പാട് കിടക്കുന്നു. ഞാൻ ചോദിച്ചു എൻ്റെ മക്കളെ ഇതിനാണോ മോൻ്റെ അച്ഛൻ ഇങ്ങനെ കൊണ്ടുപോയത്, അതെന്ത് ചെയ്യാൻ? അത് കഴിഞ്ഞ് ഞാൻ ഓരോ കാര്യം ചോദിച്ചപ്പോഴാണ് പറയുന്നത് അമ്മേ ഇന്ന പോലാണ് ഞാൻ ഡയറി എഴുതി. ഞാൻ ചോദിച്ചു മക്കളെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ സ്കൂളിൽ ഡയറി എഴുതിയില്ല. മാരാർകുളം പോലീസിൽ നൽകിയ പരാതി കല്ലമ്പലം പോലീസിന് കൈമാറി. തുടർന്നാണ് കേസെടുത്തത്. കുട്ടിയുടെ മാതാവ് ബെഡ് സ്കൂൾ അധ്യാപികയായിരുന്ന യമുന മോളും വർക്കല സ്വദേശിയായ ശരത്തും തമ്മിൽ 2016-ലാണ് വിവാഹിതരായത്. പ്രണയ വിവാഹമായിരുന്നതിനാൽ ആദ്യമൊന്നും വീട്ടുകാർ സഹകരിച്ചിരുന്നില്ല. 2022-ൽ യമുന മോൾ വർക്കലയിലെ വാടക വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഭർതൃപീഡനമാണ് കാരണമെന്ന് ആരോപിച്ച് യമുന മോളുടെ കുടുംബം അന്ന് പരാതിയും നൽകിയിരുന്നതാണ്. വിൻമീഡിയ, ചേർത്തല.